വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അറഫ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിഷുവിന് നോമ്പില്ല, എനിക്കും ഹസ്ബൻഡിനൊക്കെ നോമ്പുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളും പിന്നെ നാളെ പെരുന്നാളല്ലേ, അപ്പോൾ നാളെ പെരുന്നാൾക്കൊക്കെ ഉള്ള കുറച്ച് ഒരുക്കങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾ കാണാം. അതായത് നമ്മൾ റിലീസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അന്ന് പെരുന്നാളേക്കാരം, അല്ലാന്നുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടേക്കാരം. എന്തായാലും അങ്ങനെ ആവും. അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സ് വഴി നമ്മളെ കൂടെ അറിയിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ നിഷുവിന് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തൊലിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെടാ, സെറ്റ്. ഐബട്ടനും ഉറങ്ങാണേ, അപ്പോൾ ഫ്രീ ആണ്. വല്യുള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട്. ഇത് നമ്മുടെ റോസ്റ്റഡ് വേർമിസെല്ലി. ഓക്കെ, വിഷുവിന് സേമിയ പായസമേ ഇഷ്ടമുള്ളൂ, വേറെ പായസമൊന്നും ഇഷ്ടമല്ല. പിന്നെ അതാ ബിരിയാണി അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. ഇതെന്താ, ഇത് അരിപ്പൊടി ഗൈസ്. ഇതിന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ബിരിയാണി മസാല, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇത് മില്ലിന്ന് കൊടുക്കുന്നത് അല്ലേ, മുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി. ഓക്കെ, ചിക്കൻ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പം നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് നാളേക്കൊക്കെ ഉള്ളതുമാണ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇന്ന് നോമ്പറക്കുമ്പോഴേക്കുള്ളതും കൂടിയാണ് കേട്ടോ. അതിനും കൂടി ഉള്ളതാണ്. നാളെ കുറച്ച് ബിരിയാണി നമ്മൾ വെക്കണുള്ളൂ. അപ്പം നാളത്തേക്കുള്ള ചിക്കനുണ്ട്, ഇന്നത്തേക്കുള്ള ചിക്കനുണ്ട്. ആദ്യം നമ്മൾ നോമ്പറക്കുമ്പോഴേക്കുള്ള ഐറ്റംസൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണേ. അപ്പോൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, അതിക്കുള്ള പൊടിയൊക്കെ അങ്ങോട്ട് വാട്ടിയെടുക്കുവാണ്. പെരുന്നാക്കൊക്കെ എന്നും പറഞ്ഞ് വലിയ ഒരുക്കങ്ങളൊന്നും നമുക്കില്ല. നമ്മളാകെ കുറച്ച് ബിരിയാണി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിപ്പോൾ ആസ് യൂഷ്വൽ നമ്മളല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ ഇത് പെരുന്നാളാണ് എന്നുള്ള ഒരു പേരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ള സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാനൊരു പത്തിരി ഉണ്ടാക്കൽ എക്സ്പേർട്ട് അല്ല. വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കൊക്കെ ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ അവസ്ഥ. അങ്ങനെ ഇങ്ങനെയൊന്നും പത്തിരി ഉണ്ടാക്കലില്ല. ഇതിപ്പം ഇന്ന് നോമ്പറക്കാൻ എൻ്റെ ഫാദറിലോ, അതായത് നമ്മുടെ ആനക്കയത്തപ്പ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ചാണ് നമ്മൾ പത്തിരി ആക്കി പിടിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പത്തിരിക്ക് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് പെരുന്നാക്കൊക്കെയുള്ള ചിക്കനും കൊടുന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ഇന്ന് നോമ്പറക്കുമ്പോഴേക്ക് ഉണ്ടാക്കാനുള്ളതും കൊടുന്നിട്ടുണ്ട്. സോ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനും സംഭവങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ചിക്കൻ അങ്ങോട്ട് കുക്കറിലിട്ട് വെച്ചാൽ ആ പരിപാടി അങ്ങോട്ട് തീർന്നോളും. അതായത് കറി അങ്ങോട്ട് ആയിക്കോളും. പിന്നെ ഈ പത്തിരി പരത്തൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ, ഓരോന്നായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഐബുട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ആൾ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ ഭയങ്കര പ്രശ്നക്കാരൻ, കരച്ചിലും ബഹളും പറയണ്ട. ഇതിപ്പം എന്തോ വലിയ കുഴപ്പമില്ല, നല്ലൊരു ഹാലിലാണ് ആൾ നീച്ചു വന്നിട്ടുള്ളത്. പെരുന്നാൾ തലേന്നത്തെ വീഡിയോ തലേന്ന് തന്നെ അപ്ലോഡ് ആക്കണം എന്നേനു എൻ്റെ ഒരു ഇത്. ബട്ട് അങ്ങനെയൊന്നും ആയില്ല കേട്ടോ. ഈ ഐബുട്ടനെയും വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ച പോലൊന്നും കഴിയണില്ല. അതാണ് യാഥാർത്ഥ്യം. വീട്ടിലെ പണിയും അല്ലാത്ത കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോവാണ്. നമ്മൾ ഇത്താത്ത എവിടെ പോയത്? ഐബോ, ഇത്താത്ത എങ്ങോട്ടാ പോയി? ഞങ്ങൾ ഇത്താത്ത കറിവേപ്പിലേക്ക് പോയതാണ്. ഇതാ വരുന്നു. ഓ ധാരാളം. ഇതങ്ങോട്ട് എടുത്തിട്ട് അതിനങ്ങോട്ട് തരാം. ഏതിനെ? ഇതിനെ. അപ്പോൾ കറിവേപ്പില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ താഴത്തെ വീട്ടിൽ തന്നെ ഉണ്ട് കറിവേപ്പില. അപ്പോൾ പറയലുണ്ട് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, ഇവിടെ വന്നിട്ട് അതായത് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് പറിച്ച് കൊണ്ടുപോയാൽ മതി എന്ന് പറയലുണ്ട്. അപ്പോൾ നിഷുവിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾക്ക് നല്ല ഫ്രഷ് കരിവേപ്പിൻ്റെ എല്ലാം ഞങ്ങളുടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ദെൻ ഞാൻ പത്തിരി പരത്തലിലോട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ പത്തിരി പരത്തലിൻ്റെയും പത്തിരി ഉണ്ടാക്കലിൻ്റെയൊക്കെ എക്സ്പേർട്ട് ആൾ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് പൂട്ടി നിന്നോളി, മൈൻഡ് ആക്കണ്ട. ഞാൻ അത്ര പ്രോ അല്ല, ഇതിൽ ഞാൻ ഒട്ടും എക്സ്പേർട്ട് അല്ല കേട്ടോ. എക്സ്പെഷ്യലി ഈ ഒരു പരത്തൽ തന്നെയാണ് വിഷയം. അതിനിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും കണക്കാണ്. ബാക്കിയുള്ള ഐറ്റംസ് അതിനിപ്പോൾ എന്തായിക്കോട്ടെ, ഒരുവിധം എല്ലാ ഐറ്റംസും ഞാൻ ഉണ്ടാക്കും.
പുറത്തിതാ നല്ല തകൃതിയായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കറണ്ട് പോവോ ഇല്ലയോ എന്നറിയില്ലല്ലോ, അപ്പോൾ കറിക്കുള്ള തേങ്ങയൊക്കെ അങ്ങോട്ട് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പത്തിരി ചൂടലിലോട്ട് കിടക്കാമെന്ന് കരുതി. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് സെറ്റാക്കിയിട്ട് അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. ദെൻ നേരെ പത്തിരി ചൂടലിലോട്ട് കിടക്കാം. വലിയ പത്തിരി ചട്ടിയൊക്കെ നമുക്കുണ്ട്, ബട്ട് അത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ ചുടുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ഈ പെരുന്നാൾ തലേന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പെരുന്നാക്കത്തെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ. സോ അതൊക്കെ എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരു വിധം ഷൂട്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ തിരക്കാണ്, ഐബുട്ടനുണ്ട്, വീട്ടിലത്തെ പണികളുണ്ട് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു പാഷൻ അതെന്താ പറയുക, അതിന് വേണ്ടിയിട്ട് നമ്മളെ സമയം മാറ്റി വെക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോമ്പറക്കുമ്പോഴേക്ക് പത്തിരിയും ചിക്കൻ കറിയും കൂടാണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കണില്ല. ഫ്രൂട്ട്സ് ആയിട്ട് ഇന്നിപ്പം വത്തക്ക തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വത്തക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണുണ്ട്. പിന്നെ പൊരിക്കടികളായിക്കോട്ടെ അതൊന്നും നമ്മൾ വീട്ടിൽ ആക്കണില്ല. അല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചപ്പം അങ്ങോട്ട് ബാക്കിയായാലും സീനൊന്നുമില്ല, നമുക്ക് പിന്നെയും എടുത്ത് കഴിക്കാമല്ലോ. ഇതിപ്പോൾ പെരുന്നാൾക്ക് അതിനൊന്നും വലിയ കോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കണക്കാക്കിയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലാക്കാത്തത്. അപ്പോൾ ഈവനിങ് എൻ്റെ ഹസ്ബൻഡ് വന്ന സമയത്ത് കുറച്ച് പഴംപൊരിയും അതേപോലെ തന്നെ സമൂസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പുറത്തിപ്പോഴും നല്ല മഴയാണെന്ന് വെച്ചാൽ നല്ല മഴയാണ്, നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് ഇല്ലയോ എന്നുള്ള പേടി തന്നെയാണ് നമ്മൾ കേട്ടോ. പക്ഷെ എപ്പോഴും കറണ്ട് പോയിട്ടില്ല, അത് വേറെ വിഷയം. എന്നാലും നമ്മളിത് ജ്യൂസൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അഥവാ പോയാൽ നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റില്ലല്ലോ. ഐബുട്ടനാണ് ആ കൂക്കണത് കേട്ടോ. ഓന് മഴ കണ്ടിട്ട് എന്തൊക്കെ കാട്ടണ്ടേന്ന് അറിയണില്ല, ആവേശം കാരണം. എനിവേ നമ്മളിതാ നോമ്പറക്കുമ്പോഴേക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് അങ്ങോട്ട് കൊടുത്താൽ നോമ്പെടുത്ത് തുറന്നാൽ മതി. അപ്പോൾ പത്തിരിയും പിന്നെ കുറച്ച് പൊറാട്ട ഉണ്ടായിരുന്നേ, പിന്നെ ചിക്കൻ കറി, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. പൊരിക്കടികളായിട്ട് നമ്മുടെ സമൂസയും പഴംപൊരി കേട്ടോ. പിന്നെ ജ്യൂസ് വാട്ടർ മെലൺ ജ്യൂസ്, ലൈക്ക് നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു മൊഹബത്ത് കാ സർബത്ത് പോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് ഇപ്പോഴൊന്നും നമ്മുടെ ഉപ്പ എത്തിയിട്ടില്ല. ആൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കരിക്കാനും ഓതാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വല്ലാണ്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ കിട്ടിയല്ലോ, അതന്നെ അൽഹംദുലില്ലാ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നലില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്, വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏതുവരെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ വീഡിയോ അങ്ങോട്ട് ആക്കി തീർക്കും. ഈ ഒരു സമയം അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളൊക്കെ പടക്കവും പൂത്തിരിയൊക്കെ കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് വേഗം ഐബുട്ടൻ ഉറങ്ങുമ്പോഴേക്ക് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്ന്. ഓനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഇനി പടക്കം വേണ്ട, ഇല്ലല്ല. പടക്കത്തിൻ്റെ സൗണ്ട് ദൂരത്തുനിന്ന് കേൾക്കുമ്പോൾ അവന് കുഴപ്പമില്ല, ബട്ട് ഇതിങ്ങനെ നേരിട്ട് ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ അവന് ഭയങ്കര പ്രശ്നം കേട്ടോ. പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മളത് അവിടെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് അല്ലാത്തതിലോട്ട് കിടന്ന് അല്ലാത്ത ഐറ്റംസ് തന്നെ കുറേ ഉണ്ടായിരുന്നേ. അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ഈ ഒരു മുഖത്തുണ്ടാവണ ഈ കുഞ്ഞു ചിരി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഹാപ്പിനെസ്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. ഇത് പൈബുട്ടൻ ഇത്താത്താക്കും നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. മുന്നിലാണ് നിൽക്കണ പോയിട്ട്
തൽക്കാലം ഇന്നത്തേക്കുള്ള പൊട്ടിക്കലും കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നമ്മളവിടെ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നിഫ്രകുട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ അനിയൻ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരും. ഇപ്പച്ചിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇപ്പം ആ ഭാഗത്തേക്ക് പോവേ ഇല്ല കേട്ടോ. അപ്പോൾ ഓക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂത്തിരിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ ഐബുട്ടനൊക്കെ ഉറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി ഡ്യൂട്ടിയിലോട്ട് കടന്ന്, ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്കല്ല വൈകുന്നേരം കൊടുന്ന് വെച്ചതാണ് ഈ ഒരു കറിവേപ്പില. അപ്പോൾ അതൊക്കെ ഈ ഒരു ബോക്സിനകത്തോട്ട് ആക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. സോ ഞാൻ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുക. നിങ്ങൾ പറ്റുന്നതിലൊക്കെ വാങ്ങിക്കോളി, കാരണം ഫ്രിഡ്ജിൽ വെക്കാൻ ഇത് അത്രയും പെർഫെക്റ്റ് ആണ്. ഇനി ജസ്റ്റ് ഒരു അയൺ ചെയ്യലും കൂടെ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് വേഗം നിഷുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് വെച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ആൾ കിടന്നുറങ്ങും. പിന്നെ എനിക്കും സങ്കടയിക്കാരം ഓക്കും സങ്കടയിക്കാരം നേരം വെളുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓക്കുള്ള മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് കുറേ കാലമായിട്ട് ഞാൻ ഈ മൈലാഞ്ചി ഒന്നും അങ്ങനെ ഇടലെന്നല്ല കേട്ടോ. ഒരു കാലത്തിൻ്റെ കൈമെന്ന് മൈലാഞ്ചി പോവേ ഇല്ലേനു. എന്തോ ഇത്തവണ എനിക്ക് ഇടാനൊരു തോന്നൽ. ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു അയൺ ബോക്സ്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും ഹൈപ്പും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.